ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. തങ്ങളുടെ നേരെ കണ്ണുകളെ ഉയർത്തി തങ്ങളെ തന്നെ നോക്കി തങ്ങളുടെ എല്ലാമായ ഗുരു പറയുന്നു, ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ് എന്ന്. ഇവിടെ എല്ലാം ഉപേക്ഷിച്ച് എല്ലാ സ്വന്തമായതും വിട്ട് അവനെ അനുഗമിച്ച തൻ്റെ ശിഷ്യന്മാരോടാണ് യേശു ഈ വാക്കുകൾ സംസാരിക്കുന്നത്. എല്ലാവരും ദരിദ്രരായിരുന്നില്ല, വളരെ സമ്പത്തുള്ളവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ എല്ലാം നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറായി. കാരണം അവർ ആ വലിയ സത്യം തങ്ങളുടെ ഗുരുവിൽ നിന്നും യേശുവിൽ നിന്നും മനസ്സിലാക്കി. അവർക്ക് നഷ്ടപ്പെടുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അവർ ബോധപൂർവം നഷ്ടപ്പെടുത്തിയതിനേക്കാൾ ശ്രേഷ്ഠമായതായിരുന്നു അവർ നേടിയത്. ദൈവരാജ്യമെന്ന മഹത്തരമായ സമ്പത്തിനായി എല്ലാം ഉപേക്ഷിച്ച് അവനെ പിൻചെന്ന അവൻ്റെ ശിഷ്യന്മാർ. ഇനി നമുക്ക് ഒരു ദരിദ്രനാകുക എന്ന് വെച്ചാൽ അത് സാധിക്കുമോ? അതോ ദൈവം നമ്മെ ഒരു ദരിദ്രനായി നമ്മുടെ ജീവിതാവസാനത്തിൽ ആക്കി തീർക്കുവാനും അങ്ങനെ ഒരു ദരിദ്രനായി നാം മരണത്തെ അഭിമുഖീകരിക്കുവാനും ദൈവം ഇപ്പോൾ വാഗ്ദാനം ചെയ്ത ദൈവരാജ്യത്തിന് നമ്മൾ അങ്ങനെ അർഹരാകുവാനും ഇടയാകുമോ എന്നാലോചിച്ച് നാം തലപുകയേണ്ട. എത്രയോ സമൃദ്ധിയിലും ഒരു ദരിദ്രൻ്റെ ആത്മാവോടെ ജീവിക്കുന്ന, ഒരു ആവശ്യക്കാരൻ്റെ മാനസിക അവസ്ഥയിൽ ജീവിക്കുന്ന ചിലരെയെങ്കിലും നാം നമ്മുടെ ചുറ്റിലും കണ്ടിട്ടില്ലേ? എല്ലാം ഉണ്ട് അവർക്ക്, എന്നാൽ ഒന്നിലും അവർ മതിമറക്കുന്നില്ല, ഒന്നിലും അവർ ആഹ്ലാദിക്കുന്നില്ല. ദൈവം തന്ന എല്ലാം അവൻ തന്ന സമ്മാനങ്ങളായി മാത്രം കണ്ട് ദൈവഹിതത്തിനനുസരിച്ച് ആ സമ്മാനങ്ങളെ തക്കത്തിൽ വിനിയോഗിക്കുന്ന ഒരു യഥാർത്ഥ അനുഗ്രഹീതൻ. ദരിദ്രൻ്റെ ഹൃദയവിചാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായി കൂടുതൽ ഉയരങ്ങളിൽ, കൂടുതൽ ഹൃദയവിശാലതയോടെ, കൂടുതൽ വിനയത്തോടെ മറ്റുള്ളവരുമായി ഇടപഴകുവാൻ സാധിക്കുന്നവരാകട്ടെ നാം ഓരോരുത്തരും. അങ്ങനെ ജീവിക്കുന്ന നാം ഓരോരുത്തർക്കും സന്തോഷിക്കാം. നമ്മുടെ കണ്ണുകളിൽ നോക്കി അവൻ പറയുന്ന ആ തിരുവചനം കേൾക്കുവാൻ നാം യോഗ്യരായതിൽ നമുക്ക് സന്തോഷിക്കാം. അവൻ മൊഴിയുന്ന ആ തിരുവചനം, ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന ആ തിരുവചനം. നീ ഈ പറഞ്ഞ തിരുവചനം സത്യമാണെങ്കിൽ ഞങ്ങൾ എതിർപ്പെടുന്ന ഓരോ ദരിദ്രരും എത്ര ഭാഗ്യവാന്മാരാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രജാപതി തൻ്റെ രാജ്യത്തിലെ അംഗത്വം വാഗ്ദാനം ചെയ്യുന്ന ഒരു തിരുവചനം. ഈ ഭൂമിയിൽ ദരിദ്രനാണെങ്കിലും സ്വർഗത്തിൽ സമ്പന്നനാണ് നാം എന്ന ഉത്തമ ബോധ്യത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.